ഓരോ ദിവസവും ഈ യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ താഴ്ചങ്ങാടിയുള്ള ബീച്ചിപ്പ നാസർ റസിയോ പേരുള്ള ഒരു തൊഴിലാളിയാണ് ഒരു അപകടത്തിൽ മരണപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടുകാരി ഫാത്തിമ താത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മളൊക്കെ അവരെ കബറടക്കിയത്. ഇന്നലെ നമ്മുടെ MT അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് ജനിച്ച് അവിടെ ജീവിച്ച് ഈ പരിസരവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് സാത്വികനായി ജീവിച്ച ലത്തീഫ് മാഷ് അദ്ദേഹം ഇളയൂരിലായി. അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റി കേട്ടപ്പോൾ ഈ മരണം എന്നതിനെ പറ്റി നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാവും. അതൊന്ന് മനസ്സിലേക്ക് വീണ്ടും നാം കോറിയിടേണ്ടതുമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം ഇന്നലെ സുബഹി നമസ്കാരത്തിന് തൻ്റെ ബൈക്കെടുത്ത് പള്ളിയിൽ പോയതാണ്. പള്ളിയിൽ പോയി നമസ്കാരം ഒക്കെ കഴിഞ്ഞു. പിന്നെ സൂര്യൻ ഉദിക്കുന്നവരെ അവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ ഒഴുകി വീട്ടിലേക്ക് ബൈക്കിൽ തന്നെ മടങ്ങിപ്പോന്നു. വീട്ടിലെത്തിയപ്പോൾ അവിടെ ചെറിയ മരാമത്ത് പണി, എന്തോ ചെടി വെട്ടുകയോ മറ്റോ ഒക്കെ ചെയ്യാൻ എന്ന് തോന്നി. അദ്ദേഹം ഒരു കത്തിയെടുത്ത് എന്തോ ഒരു ചില്ല വെട്ടി. അതാണ് അവസാനത്തെ സമയം. ആ ഓങ്ങിയ കൈ കുഴഞ്ഞു പോകുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന മക്കളാരും കണ്ടു, താങ്ങി. അതൊരു മരണത്തിലേക്ക് അത്രയും അടുത്താണ്, അത്രയും സമീപത്താണ് മരണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ലത്തീഫ് കയുടെ മരണം എന്നത്. നാം എന്നും നമ്മുടെ മനസ്സിലെപ്പോഴും അത്തരം സന്ദർഭങ്ങൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ ഒരു ഉൾക്കിടലത്തോടുകൂടി മരണത്തെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന സഹോദരന്മാർക്കുമൊക്കെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അവരെയും നമ്മയൊക്കെ അതിലവൻ സൗഖ്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അവൻ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് തോന്നി മരണത്തെപ്പറ്റി തന്നെയാകണം ഇന്ന് സംസാരിക്കേണ്ടത്. മാത്രമല്ല, മരണത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണം എന്നത് ജീവിതത്തിന്റെ ഒരു ഘട്ടമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും അതുപോലെ മറ്റു പല മതങ്ങളും മരണമെന്നത് ജീവിതത്തിന്റെ അവസാനമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നതെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് ഉള്ള ഒരു യാത്രയുടെ ഒരു കവാടം മാത്രമാണ് മരണം എന്നത്. ഒരിക്കലും ജനിച്ച മനുഷ്യൻ അല്ലെങ്കിൽ ഭ്രൂണമായി തീർന്ന് ജീവൻ ലഭിക്കുന്ന ഒരു മനുഷ്യനും അവൻ പിന്നെ മരിക്കുന്നില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവൻ തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലൂടെ ജീവിച്ച് കുറച്ചു കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരികയും ഇവിടെ കുറച്ചു കാലം ജീവിച്ച് പിന്നെ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് കുറച്ചു കാലം ഒരു ബർസഖിൽ അഥവാ ഖബറിൽ കഴിച്ചുകൂട്ടി പിന്നെ വീണ്ടും അവൻ ജീവിതത്തിലേക്ക് തന്നെ വീണ്ടും സജീവമായ ജീവിതത്തിലേക്ക് എന്നെന്നുമുള്ള ജീവിതത്തിലേക്ക് അവൻ മടങ്ങുന്നു, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. ഇതാണ് ഓരോ മനുഷ്യന്റെയും അവസ്ഥ. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ മനുഷ്യന്റെയും ഇവിടെ പുഴുവായി ജീവിക്കേണ്ടി വന്ന മനുഷ്യനും ഇവിടെ വലിയ ശുചായിയായി ലോകം മുഴുവൻ കീഴടക്കി വാണു പോകുന്ന മനുഷ്യനും, അത് ഏതു മതവിശ്വാസിയാണെങ്കിലും
മതമില്ലവരും ഇല്ലാത്തവരും ആരാണെങ്കിലും അവരുടെയൊക്കെ പര്യവസാനം ഒരുപോലെയാണ്. അവരുടെയൊക്കെ ജനനം ഒരുപോലെയാണ്. മരണാനന്തരം അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് വ്യത്യസ്തമായി രണ്ടിലൊന്നാകും. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ ഒരു തത്വം. അതുകൊണ്ട് ശരീരമെന്നത്, മനുഷ്യന്റെ ശരീരമെന്നത് തന്റെ ആത്മാവിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ആത്മാവ് ഒരു സമയമാകുമ്പോൾ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നു. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവ് യാത്ര പറയുന്ന സന്ദർഭം അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ഹരങ്ങളെയും എല്ലാ ആസ്വാദ്യതകളെയും നഷ്ടപ്പെടുത്തി കളയുന്ന മരണത്തെപ്പറ്റി നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ മരിക്കുക എന്ന് പറയുന്നതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ അത് മരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ വീടും കുടുംബവും മക്കളും അതുപോലെ ബിസിനസ്സും അങ്ങനെ എന്തെല്ലാം ഓരോരുത്തരും അവനവന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത്. അത് മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും. അതിൽ നിന്ന് യാതൊന്നും അവൻ കൊണ്ടുപോകുന്നില്ല. എത്ര വലിയ ലോകം മുഴുവൻ കീഴടക്കിയ, ലോകത്തെ മുഴുവൻ സമ്പാദ്യവും ഒരുമിച്ച് കൂട്ടിയ പണക്കാരൻ ഇവിടുന്ന് പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നു. ഇതൊരു വല്ലാത്ത വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്, യാതൊരു സംശയമില്ല. ആകെ കയ്യിൽ കൊണ്ടുപോകാനുള്ളത് അവനവൻ ചെയ്ത അമലുകൾ മാത്രം. ആ അമലുകൾ മാത്രം, അതിനപ്പുറത്തേക്ക് യാതൊന്നും അവന്റെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ അമലുകൾ വർദ്ധിപ്പിക്കുക. ധാരാളം അമലുകൾ ചെയ്ത് നാളേക്കുള്ള പാഥേയം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. ഉള്ള സമ്പത്ത് അത് നാളെ ഉപകാരപ്പെടണമെന്ന രീതിയിൽ ധാരാളമായി നിങ്ങൾ ഉള്ളതിനനുസരിച്ച് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതിനനുസരിച്ച് പരമാവധി അത് നാളേക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച്, അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സമർത്ഥൻ എന്ന് പറയുന്നവൻ, അവനെ നമുക്ക് സമർത്ഥൻ എന്ന് പറയാൻ പറ്റും. റസൂലുള്ളാഹി പറഞ്ഞു, സമർത്ഥൻ എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനായി പണിയെടുക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ സമർത്ഥൻ. വൽ ആജിസു അൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. ദുർബലൻ എന്ന് പറയുന്ന ആൾ, അവൻ തന്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും തോന്നിയ പോലെ തോന്നിയതിനനുസരിച്ച് പ്രവർത്തിക്കുകയും എന്നിട്ട് എനിക്ക് തമന്ന അലല്ലാഹ്, അള്ളാഹു എനിക്ക് അത് തരും ഇത് തരും, എന്നെ അങ്ങനെ ശിക്ഷിക്കൊന്നുമില്ല, ഞാനിപ്പോ അത്ര പേർക്ക് 4 ആളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ചില ആളുകൾ അങ്ങനെ പറയാം, നിസ്കാരം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു കാര്യവും അള്ളാഹു കൽപ്പിച്ച യാതൊന്നും ജീവിതത്തിൽ ചെയ്യുകയോ അതിനെപ്പറ്റി ശ്രദ്ധിക്കുകയൊന്നും ചെയ്യൂല. അത്തരം സംഗതികളെ പറ്റി പറയുമ്പോൾ ഞാനിപ്പോ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ലല്ലോ, ഞാൻ 4 ആളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇന്നിപ്പം പടച്ചോൻ അങ്ങനെയൊന്നും ശിക്ഷിക്കുന്നൊന്നും തോന്നുന്നില്ല. എപ്പോഴും പ്രതീക്ഷയാണ്. അതിനാണ് തമന്ന എന്ന് പറയുന്നത്. തമന്ന എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷിക്കുന്നവൻ അതിനനുസരിച്ച് അമലുകൾ ഉണ്ടാകണം. അത് എപ്പോ ഉണ്ടാകണം? മരിക്കുന്നതിന് മുമ്പ് ആ അമലുകൾ ഉണ്ടാകണം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മരണത്തെ പറ്റി ഖുർആൻ ഒരുപാട് 70 സ്ഥലങ്ങളിൽ 70-ലധികം പ്രാവശ്യം മരണവുമായി ബന്ധപ്പെട്ട സംഗതികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മളെ മരിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ചില മലായിക്കത്തുകളെ. ആ മലായിക്കത്തുകളെയാണ്. അതാണ് യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും. നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മരണം മരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നിങ്ങളെ മരിപ്പിക്കും. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. പിന്നെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെയാണ് മടങ്ങി വരുന്നത്. ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ. നിങ്ങൾക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാർ നിങ്ങളെ മരിപ്പിക്കും.
വഹും ലാ യുഫ്രിത്തൂൻ, അവരൊരു വീഴ്ചയും വരുത്തൂല. അപ്പൊ മരണം എന്നത് അത് അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ ഓരോരുത്തരിൽ നിന്നും അവന്റെ റൂഹിനെ, ആത്മാവിനെ, അതിനെ സ്വീകരിക്കുകയും അത് റൂഹിനെടുത്ത് അല്ലെങ്കിൽ അവന്റെ ജീവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച മലക്കുകൾ അവന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് അതിനെ കൊണ്ടുപോകുന്നു. പിന്നെ നമുക്ക് കുളിപ്പിക്കാനും നമുക്ക് സംസ്കരിക്കാനും നമ്മുടെ ശരീരത്തെ ഇവിടെ ബാക്കിയാക്കി പോകും എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ട്, ഈ മരിപ്പിക്കുന്ന മലക്കിന്റെ പേര് അസ്രായീലാണെന്നുള്ളത്. അതൊരു സഹീഹായ, അങ്ങനെ അല്ലാഹുവോ റസൂലോ ഒന്നും മരിപ്പിക്കുന്ന മലക്കിന് അസ്രായീൽ എന്നുള്ളൊരു പേരൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതങ്ങനെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും ചില ദുർബലമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ അസ്രായീൽ എന്നുള്ളതൊരു മരിപ്പിക്കാനുള്ള ഒരു മലക്കിന്റെ പേരായിട്ട് പറയുന്നു എന്ന് മാത്രം. വാസ്തവത്തിൽ അങ്ങനെ ഒരു മലക്കിനെ വിശുദ്ധ ഖുർആനോ സഹീഹായ ഹദീസുകളോ നമുക്ക് പറഞ്ഞു തരുന്നില്ല. അത് മറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് മലക്കുൽ മൗത്ത്, മരിപ്പിക്കുന്ന മലക്ക്. അത് ഒരു മലക്കായിട്ടല്ല, അത് ധാരാളം അല്ലാഹു നിയോഗിച്ച മലായിക്കത്തുകളായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവര് മരിപ്പിക്കുന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള മരണങ്ങൾ. അവര് മരണം രണ്ട് രീതിയിലാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നല്ല മനുഷ്യന്മാര്, അള്ളാഹ് സ്വർഗം നൽകാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് അമലുകൾ ചെയ്ത മനുഷ്യന്മാര് മരിപ്പിക്കുമ്പോൾ, മലായികത്തുകൾ അവരെ മരിപ്പിക്കുമ്പോൾ ത്വയ്യിബീൻ, വളരെ വിശിഷ്ടരായിക്കൊണ്ടുള്ള അവസ്ഥയിൽ മരിപ്പിക്കുമ്പോൾ യഖൂലൂന, അവര് ഈ ആത്മാവിനെ എടുക്കാൻ വരുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യനിലേക്കും അവന്റെ ആത്മാവിനെടുക്കാൻ മലായികത്തുകൾ വരുന്നു എന്നാണ്. അപ്പൊ അവര് പറയും സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് വരിക. എന്നിട്ട് അവരെ സന്തോഷവാർത്ത അറിയിക്കും, സ്വർഗത്തിലേക്കാണ് കേട്ടോ, സ്വർഗത്തിലേക്കാണ് നിങ്ങളുടെ പൊക്ക് എന്ന് സന്തോഷവാർത്ത അറിയിക്കും എന്നാണ് വിശുദ്ധ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ എന്ന് പഠിപ്പിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഗതിയും പറഞ്ഞിട്ടുണ്ട്. വലൗ തറാ ഇദ് യതവഫൽ ലദീന കഫറുൽ മലായിക, നിഷേധികളായ ആളുകളെ മലക്കുകൾ മരിപ്പിക്കുമ്പോൾ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ്, അവരെ മുഖത്തും പാർശ്വങ്ങളിലൊക്കെ അവര് പ്രഹരിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ അനുഭവിക്കൂ എന്ന് അവരെ പറയുകയും ചെയ്യും. അത് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പറഞ്ഞത് വന്നാസിയാത്തി ഗർഖൻ വന്നാശിഫാത്തി നഷ്തൻ എന്നാണ്. നിങ്ങളിൽ ആഴ്ന്നിറങ്ങി പറിച്ചെടുത്തുകൊണ്ട്, ആത്മാവിനെ പറിച്ചെടുത്തുകൊണ്ട്, റൂഹിനെ പറിച്ചെടുത്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് പോകുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. ആത്മാവിനെ, റൂഹിനെ വളരെ സൗമ്യമായി ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന മലക്കുകൾ തന്നെയാണ് സത്യം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ രണ്ടവസ്ഥ. അത് മരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിക്കുന്ന കാലത്തെ അവന്റെ സുഖവും സന്തോഷവും സൗഖ്യവും അതിൽ അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ ഓരോരുത്തർക്കും, അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നൊന്നും വ്യത്യാസമില്ല. വിശ്വാസികളായ ആളുകൾക്ക് എപ്പോഴും കഷ്ടപ്പാടും ദുരിതമായിരിക്കുന്നോ അല്ലെങ്കിൽ എപ്പോഴും സുഖമായിരിക്കും സൗഖ്യമായിരിക്കും എന്നോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ദുർമാർഗികളായ മനുഷ്യന്മാർക്ക് എന്നും ദുരിതവും കഷ്ടപ്പാടുമായിരിക്കുന്നോ അല്ലെങ്കിൽ അവർക്കൊന്നും സുഖമൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിൽക്കൽ അയ്യാമിൽ ഉദാവിലുഹാ ബൈൻ എന്ന് വിശുദ്ധ ഖുർആൻ വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ അത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളൊക്കെ നല്ല കാര്യം എന്തൊക്കെയാ നല്ലത് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും പിന്നെ ഒരു ജീവിതമൊക്കെ അല്ലാഹു നൽകിയത് അങ്ങനെയാണ്. അപ്പൊ അത് ദുനിയാവിൽ മരിക്കുന്നവരെ ഒരാൾക്കും തന്റെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഇതിനെ മാത്രം അവലംബമാക്കിക്കൊണ്ട് അവന്റെ കാര്യങ്ങളെ പറ്റി നിർണയിക്കാൻ പറ്റില്ല. പക്ഷേ മരിക്കുന്ന നിമിഷം റൂഹ് ശരീരത്തിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ ഓരോരുത്തർക്കും ബോധ്യമാവും എവിടേക്കാണ് പോകുന്നത്, പോക്കിന്റെ അവസ്ഥ എവിടേക്കാണ് താൻ എത്താൻ പോകുന്നത് എന്ന് ആ നിമിഷം മുതൽ. അതാണ് സക്കറാത്തുൽ മൗത്ത്, അതാണ് മരണത്തിലേക്കാണ് വീണു പോകുന്ന നിമിഷം മുതൽ. ഇനി ഇങ്ങോട്ടില്ല എന്ന ഒരു ഘട്ടം മനുഷ്യന്റെ ജീവിതത്തിൽ എത്താനുണ്ട്. അവന് ഇതാ ആണ് പോകുന്നു എന്ന് അവന് ബോധ്യമാണ്. പുറത്ത് കാണുന്നവർക്കൊന്നും ഒന്നും തോന്നിക്കൊള്ളണമെന്നില്ല, കാണുന്നവർക്ക് യാതൊന്നും തോന്നൂല. പക്ഷെ അവന് ബോധ്യമാവും ഞാൻ എവിടുക്കാ പോകണത്.
ആ സന്ദർഭം ആണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ രണ്ട് അവസ്ഥയും ഉണ്ടാവും. വജാഅത്ത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് എന്നാണ് പറഞ്ഞത്. മരണത്തിന്റെ ആ വേദന, വെപ്രാളം അതെല്ലാവർക്കും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് മകള് ചോദിച്ചു, നിങ്ങൾക്കും മരണത്തിന് വേദന ഉണ്ടാവുമോ? ആ, എനിക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, അത് അനുഭവിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് പറയുമ്പോൾ മരണത്തെ രുചിക്കും എന്ന് പറയുന്നത് തന്നെ ആ അറിഞ്ഞുകൊണ്ട്, അറിയാതെ മരിച്ചു പോവുക എന്ന പരിപാടി അതില്ല. ദുനിയാവിൽ നിന്ന് ഒരാള് യാത്ര പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാതെ മരിച്ചുപോയി, ഉറക്കത്തിൽ മരിച്ചുപോയി, അങ്ങനെയൊക്കെ നമ്മൾക്ക് പറയാമെങ്കിലും ആ മരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടെ നിന്ന് പോകുന്നത് അവൻ ശരിക്കും ബോധ്യമാണ്. പോവുകയാണ് എന്ന് ഇറങ്ങിപ്പോകുന്ന ആ നിമിഷം തന്റെ മുമ്പിൽ മരണമാകുന്ന വാതിൽ കവാടം തുറന്നു നിൽക്കുമ്പോ അതിലൂടെ ഞാൻ പോകുന്നു എന്ന് കൃത്യമായ അവന് ബോധ്യവും ആ ബോധ്യമാകുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾക്ക് വിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നെ മരണത്തെ പറ്റി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, എല്ലാം നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്, ഇന്നത് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ. മരണം എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അത് ഓരോ മനുഷ്യനും എങ്ങനെയാണ് എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവൻ അവിടേക്ക് എത്തും. അത് അള്ളാഹ് നിശ്ചയിച്ച മരണം, അതല്ലാതെ അതിന് വേറെ ഒരു എക്സ്പ്ലനേഷൻ അതിന് നമുക്കില്ല, അതിന് വേറൊരു വിശദീകരണമില്ല. അങ്ങനെ മരിക്കണം എന്നാണ് അള്ളാഹു വിധിച്ചത് എന്നതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. അള്ളാഹു ജീവിക്കണം എന്ന് വിധിച്ചു. ഒരു രോഗിയായി അള്ളാഹ് ജീവിക്കണം എന്നുള്ളൊരു വിധി അവനുണ്ടെങ്കിൽ ആ രോഗം അവന് സുഖപ്പെട്ട് അവൻ ശരിയായി വരും. നേരെ മറിച്ച് ആ രോഗത്തിൽ മരിക്കണം എന്നാണ് അള്ളാഹു വിധിച്ചതെങ്കിൽ അത് ആ രീതിയിൽ അതിന്റെ അവസാനിക്കും. പക്ഷേ നമുക്കറിയാത്തൊരു സംഗതിയാണ് എപ്പോഴാണ്, എന്താണ് നമ്മോട് പരമാവധി ചികിത്സിക്കാനും ജീവിതം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നു. പക്ഷേ അള്ളാഹു നിശ്ചയിച്ച ആ സമയത്തുമ്പോൾ നിശ്ചയിക്കും. ഇന്നലെ ഇനിയാണ് ഒരു കോടതി വിധി നമ്മൾ കാണുകയുണ്ടായി. 10-15 ആളുകൾക്ക് മരണം വിധിച്ചിട്ടുണ്ട്, വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഒരു കോടതി വിധിച്ചിട്ടുണ്ട്, ഒരു കേസിൽ 10-15 ആൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ആ ആളുകൾ ആ വധശിക്ഷ വിധിച്ചുകൊണ്ട് അവർ മരിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് അതിൽ ആർക്കൊക്കെ മരണം വിധിച്ചിട്ടുണ്ടോ അവര് മരിക്കും. അല്ലാത്ത ആളുകൾ ഏത് കോടതി എന്ത് വിചാരിച്ചിട്ടും അതുകൊണ്ട് അയാൾ മരിക്കാൻ പോകുന്നില്ല. അദ്ദേഹം അതിൽ നിന്ന് വീണ്ടും മടങ്ങി വരും. മരിക്കാൻ അള്ളാഹു വിധിച്ച ഒരാളാണെങ്കിലോ എത്ര എങ്ങനെ ഏത് കോടതിയിൽ പോയാലും അവൻ അവസാനം വധശിക്ഷയിൽ തന്നെ അത് അവസാനിക്കുള്ളൂ. ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന സംഗതി. ഒരു വലിയ, അതുകൊണ്ട് തന്നെയാണ് അവരവരൊരു സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ബോധ്യമായ സന്ദർഭത്തിൽ ചില മഹാന്മാരായ പണ്ഡിതന്മാരോട് അവിടുത്തെ ഭരണാധികാരികൾ വന്ന് പറയുകയുണ്ടായി, നിങ്ങൾ ഇതിൽ നിന്ന് മാപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം, നിങ്ങളെ രക്ഷപ്പെടുത്താമെന്ന് ചില ഭരണാധികാരികളും അതുപോലെ പട്ടാളക്കാരുമൊക്കെ വലിയ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രമുഖരായ പല പണ്ഡിതന്മാരോടും പറയുകയും അവർ പറഞ്ഞു, ഒരു കൂസലുമില്ലാതെ അവർ പറഞ്ഞു, അള്ളാഹു എനിക്ക് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല, ലോകത്തെ എല്ലാവരും വിചാരിച്ചിട്ടും കാര്യമില്ല, ഞാൻ എന്തായാലും മരിക്കും. അള്ളാഹ് എനിക്ക് മരണം വിധിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾ നല്ല ഈ ലോകത്തേത് മഹ്ലൂക്ക് വിചാരിച്ചിട്ടും കാര്യമില്ല, ഞാൻ എന്തായാലും മരിക്കൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിൽ ഞാൻ സത്യത്തിലാണ് നിലനിൽക്കണമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിനൊരു മാപ്പ് പറയാൻ ഞാൻ തയ്യാറില്ല. മാപ്പ് പറയാൻ തയ്യാറില്ല. മരിക്കുകയാണെങ്കിൽ അത് അള്ളാഹ് വിധിച്ചതാണ്. ഇതാണ് മരണത്തെ പറ്റി നമ്മൾക്കുണ്ടാകേണ്ട ആത്യന്തികമായ സംഗതിയാണ്. നമുക്ക് സങ്കടം ഉണ്ടാവും, ഒരാൾ മരിച്ചോ, അങ്ങനെ മരിച്ചു പോയല്ലോ എന്നൊക്കെ വളരെ വിഷമമുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷെ ആത്യന്തികമായി അങ്ങനെ മരിക്കണം, അത് അള്ളാഹ് വിധിച്ചതാണ്. നമുക്കതിൽ ഒരു കാര്യവും നമുക്കതിൽ ചെയ്യാനില്ല എന്നുള്ളതാണ് നമ്മൾ അതിനെ സംബന്ധിച്ച്. അതാണ് ഈ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുണ്ടായി, ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് കുറേശ്ശെ ആളുകൾ മുസ്ലിങ്ങളായ ചിലര് മരണപ്പെടുകയുണ്ടായി. അപ്പൊ അതിന്റെ ഉഹദ് യുദ്ധത്തിന് തുടക്കത്തിൽ മുനാഫിക്കുകളായ ചില ആളുകൾ അവർ മടങ്ങി പോന്നിരുന്നു, ഇതിന് ഞങ്ങളില്ല, ഇത് മദീനക്ക് പുറത്തു പോയി യുദ്ധത്തിന് ഞങ്ങളില്ല, അങ്ങനെ അവർ മടങ്ങി പോന്നിരുന്നു. അപ്പൊ കുറച്ച് ആളുകൾ ഇതിൽ മരണപ്പെട്ടു പോയിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ അന്ന് മടങ്ങിയ പോലെ ഇവര് മടങ്ങിയിരുന്നെങ്കിൽ പോലും മരിക്കുമായിരുന്നോ, ഞങ്ങൾ ചെയ്ത പോലെ ചെയ്താമായിരുന്നല്ലോ,
പക്ഷെ അവർ അത് ചെയ്യാത്തോണ്ടല്ലേ ഇപ്പൊ മരിക്കേണ്ടി വന്നത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെപ്പറ്റി ആയത്തിറക്കിയത്. യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹൗന. അവര് പറയാൻ, ഞങ്ങൾക്ക് വല്ലതും തീരുമാനിക്കാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊല്ലപ്പെടുമായിരുന്നില്ലല്ലോ. അപ്പോ അവരോട് പറയുകയാണ്, ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ലബറസൽ ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മവാജിഹിം, മരണം അള്ളാഹു വിധിച്ച ആളുകൾ അവർക്ക് മരിച്ചു വീഴാനുള്ള സ്ഥലത്തേക്ക് അവർ അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരും. സ്വന്തം വീടിൽ നിന്ന് മരിക്കാനായിട്ട് ഇറങ്ങിപ്പോകും. അള്ളാഹ് അവിടെ മരിക്കാൻ പല ആളുകളും നമുക്ക് കാണാൻ കഴിയും. പല ജീവിതത്തിൽ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോയതായിരിക്കും. അതിന് മുമ്പ് അങ്ങനെ ഒരു നാട്ടിലേക്ക് പോകണതിനെ പറ്റി ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവിടെ വെച്ചിട്ടായിരിക്കും അയാൾ മരിക്കണം. അവിടെ വെച്ച് മരിക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടേക്ക് പോകാൻ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖല്ലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ഫീ അർദിൻ, ഒരു സ്ഥലത്ത് വെച്ച് മരിക്കണം എന്ന് അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ, അവർക്ക് പോകാൻ അവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അവനെന്തെങ്കിലും ഒരു ആവശ്യം അവർക്ക് പോകണം എന്ന് അവന് തോന്നും. അത് ചിലപ്പം മക്കളെടുത്ത് പോകണമെന്ന് തോന്നും, അല്ലെങ്കിൽ കുടുംബക്കാരെടുത്ത് പോകണമെന്ന് തോന്നും, അല്ലെങ്കിൽ ടൂർ പോകണമെന്ന് തോന്നും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാന്ന് തോന്നും. ആ പോയി നോക്കലായിരിക്കും അയാൾ മരിച്ചു. അത് അള്ളാഹു വിധിച്ചതാണ്. ആ സമയത്ത് അവൻ എത്തി എന്നതാണ് അതിന്റെ ശരിയായ അവസ്ഥ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും അള്ളാഹ് മരിക്കാൻ വിചാരിച്ച സ്ഥലത്തേക്ക് വീട്ടിൽ നിങ്ങൾ ഇറങ്ങി അത് വരും എന്നാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ മരണത്തെ പറ്റി നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെയാ മരിക്കുക എന്ന് ഒരൊറ്റ മനുഷ്യനും അറിയില്ല, ആർക്കും അറിയില്ല. മനുഷ്യന് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന സംഗതിയാണ് നമ്മൾ ഓരോരുത്തരും എവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പൊ മക്കത്ത് ഈ ഗൾഫ് യുദ്ധ സന്ദർഭത്തില് റിയാദ് ഭാഗത്തുണ്ടായിരുന്ന ഒരു ഫാമിലി ആ ഭാഗത്തേക്ക് സ്കഡ് മിസൈലുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും സുരക്ഷിതമായി നിൽക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ച് അവര് മക്കത്തേക്ക് പോയി അവരൊരു വീട്ടില് അവിടെ വാടകയ്ക്കടുത്തൊരു വീടിൽ താമസിച്ചു. വളരെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ആ വീട് അങ്ങോട്ട് കൊളാപ്സായി പൊളിഞ്ഞ് വീട് അവരതിന്റെ ഉള്ളിൽ കിടന്നാണ് മരിച്ചു. അപ്പൊ അത്രേ അതിലുള്ളൂ. അത് അള്ളാഹ് വിധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ അരീക്കോട് തന്നെ നമ്മൾക്ക് അറിയാം, ഒരു തോണി കുത്തി ഒരാളെ എവിടെയോ തോണി കുത്തി പോകുമ്പോ അയാൾക്ക് വെറുതെ തോന്നി ആ പാലത്തിന്റെ അവിടെ തോണി ഒന്ന് നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ ഇങ്ങോട്ട് വരണം എന്ന് തോന്നി. ആ തോന്നലൻ അതിന്റെ ഇടയ്ക്ക് ആ ചായ കുടിക്കാൻ റോഡിലേക്ക് കയറിയ സന്ദർഭത്തിൽ ഒരു ആക്സിഡന്റോ മറ്റോ ഉണ്ടായി അയാൾ മരിച്ചു. അപ്പൊ അതൊക്കെ മരണത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ്. അപ്പൊ അങ്ങനെ ഐനമാ തക്കൂനി ഉദിരിക്കുമ്പോൾ മൗത്ത് വലോ കുന്തും ഫീ ബുറൂജി മുശയ്യദ, വിശുദ്ധ ഖുർആൻ അതാ പറഞ്ഞു, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ ശരിക്ക് കൊത്തളത്തിന്റെ ഉള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, മരിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ എന്താണ് സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ഇതാണ് പ്രശ്നം. മരിക്കുന്നതോടുകൂടി എല്ലാം അവസാനിച്ചു പോയിരുന്നു, കഴിഞ്ഞു പോയിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളിത്ര മരണത്തെ അങ്ങനെ പേടിക്കേണ്ട വിഷയമൊന്നുമില്ല. ജീവിക്കുന്നിടത്തോളം കാലം സുഖമായി സുന്ദരമായി ജീവിച്ചങ്ങനെ പോകാം. എപ്പോഴാ മരിക്കണേച്ചാൽ മരിച്ചുപോയി. ഇപ്പൊക്കെ ആളുകളുടെയും യുവാക്കളുടെയും നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, ജീവിതം ഒന്നുള്ളൂ കേട്ടോ, അത് പരമാവധി ആസ്വദിച്ചോളൂ എന്നാണ് പല ആളുകളുടെയും സന്ദേശം. അത് സംഗതി ശരി തന്നെയാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, പക്ഷെ അത് പരമാവധി ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇനി വരാനുള്ള ജീവിതത്തിന് തടസ്സമാകാത്ത രീതിയിലായിരിക്കണം ആ ആസ്വാദനം എന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അപ്പോ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനല്ലാത്ത ബാക്കിയുള്ള ജീവജാലങ്ങൾ, അത് മനുഷ്യൻ, ജിന്ന്, മലക്ക്, അത്തരം അല്ലാത്ത സാധാരണ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ ഒരു ജീവിതത്തെ പറ്റി ആലോചിക്കേണ്ട വിഷയം അവർക്കില്ല. അതുകൊണ്ടാണ് പരലോകത്തെത്തുമ്പോ യഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ എന്ന് പറഞ്ഞു പോകും.
നിഷേധികളായ ആളുകൾ പരലോകത്തെത്തുമ്പോൾ അവർക്കുള്ള വരാൻ പോകുന്ന നരകമൊക്കെ മുന്നിൽ കാണുമ്പോൾ അവര് പറയും യാ ലൈതനി കുന്തു തുറാബ, ഞാനൊരു മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷെ അവർ മണ്ണാവില്ല. മണ്ണാകുന്ന പ്രശ്നമല്ല. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചോ പിന്നെ മണ്ണാവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമോ അവനെ സംബന്ധിച്ചിടത്തോളമല്ല. അതൊരു കേവലം ഒരു ആഗ്രഹം മാത്രമായി മാറും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവനെ ബോധ്യപ്പെടുന്ന രീതിയിൽ അവനെ അനുസരിച്ച് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശനം ലഭിക്കുന്ന രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് യാത്ര പറഞ്ഞ് മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അവൻ ആവശ്യമാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. പക്ഷെ അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സംഗതി, ഒരിക്കലും നിങ്ങൾ മരിക്കാൻ കൊതിക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞു ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിദുർരിൻ നസല ബിഹി. നിങ്ങൾക്ക് വാദിച്ച ദുരിതം കൊണ്ട് നിങ്ങൾ ഒരിക്കലും മരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഫൈൻകാന ലാബുദ്ധ മുതമന്നിയൻ, ദുരിതം അങ്ങോട്ട് ബാധിച്ചിട്ട് ഒരു രക്ഷയില്ല, മരിക്കണം എന്ന് തോന്നണ അങ്ങനത്തെ ഒരു ഘട്ടത്തിലെത്തി ഒരു നിവൃത്തിയില്ലാത്ത അത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ശരീരത്തിലെ വേദനയും അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറയാൻ പറ്റി ഇത്രേ പറയാവുള്ളൂ. എന്ത്? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, പടച്ചോനെ ജീവിതമാണ് എനിക്ക് ഉത്തമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്ക്. വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കാൻ. അങ്ങനെ പറയാൻ പാടും. പടച്ചോനെ നീ എന്നെ മരിപ്പിക്കണം, നീ എന്നൊന്ന് മരിപ്പിക്ക് പടച്ചോനെ എന്ന് ഒരിക്കലും ഒരു മുസ്ലിമായ വിശ്വാസി പറയാൻ പാടില്ല. അവന് അത്ര വലിയ നിർബന്ധമായ ഒരു ഘട്ടമാണെങ്കിൽ അവന് പടച്ചോനെ മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ അതിലേക്ക് എത്തിക്കണേ എന്ന് മാത്രമേ അവന് പറയാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം മരണം എന്നത് കൊതിക്കാൻ പോലും പാടില്ലാത്തൊരു സംഗതിയായി നമ്മൾ പഠിപ്പിക്കാറ്. മരണം കൊതിക്കാൻ പോലും പാടില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് തന്നെ ഒരാൾ സ്വന്തം മരിക്കാൻ തീരുമാനിക്കലോ അത് മഹാപാപമായി മാറുന്നത്. അതാണ് ആത്മഹത്യ മഹാപാപമായി മാറുന്നത്. ആത്മഹത്യ ചെയ്യുന്നവൻ അവൻ നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സ്പിരിറ്റ്. അതാണ് മരണം കൊതിക്കാൻ പോലും പാടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹം വിശ്വാസികള് അവൻ സ്വന്തം തന്നെ മരണത്തെ തെരഞ്ഞെടുത്ത് അവൻ തന്നെ സ്വന്തം അവൻ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ദുരിതം ഉണ്ടായാലും, എത്ര കഷ്ടപ്പാടാണെങ്കിലും, എന്ത് പ്രയാസം ബുദ്ധിമുട്ടാണെങ്കിലും ആത്മഹത്യ അതിനൊരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ദുനിയാവും പോയി, അതുപോലെ ആഖിറത്തും നഷ്ടമാവും. പരലോകത്തിൽ അവന് നരകത്തിൽ പോകേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളിലൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ പലതരം ട്രെൻഡുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ പരീക്ഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും അപമാന ഭാരമൊക്കെ ഉണ്ടായാൽ അവര് വേഗം മരിക്കണേനെ കുട്ടിയാണ് ആഗ്രഹിക്കുന്നത്. മരിച്ചുപോയാൽ മരിച്ചാലെല്ലാം തീരും എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ഭൗതികവാദികളുടെ വിശ്വാസമാണ്, നിരീശ്വരവാദികളുടെ വിശ്വാസമാണ്. നിരീശ്വരവാദികൾക്ക് മരിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തീർന്നല്ലോ. കുറെ ആൾക്കാർക്ക് കുറെ പണവും കടവും ബാധ്യതകളൊക്കെ ഉണ്ടായി, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് മരിച്ചുപോയി. അതോടുകൂടി ആ കടബാധ്യതയൊന്നും കൊടുക്കേണ്ടതുമില്ല, അവൻ രക്ഷപ്പെടുകയും ചെയ്തു, പിന്നൊന്നും വരാനുമില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു വിശ്വാസിയുടെ കാര്യവും യാഥാർത്ഥ്യവും മരിക്കുക എന്ന് പറഞ്ഞത് അതൊരിക്കലും തന്റെ ബാധ്യതകളിൽ നിന്നും ഇതിൽ നിന്നൊന്നും ഒരിക്കലും അവൻ രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് വലിയ വൻ പാപമാണ്. ആ ഒരു ചിന്ത നമ്മുടെ കുട്ടികളിലോ മറ്റോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അവൻ ഈ ലോകവും നഷ്ടപ്പെട്ടു പോയി, പരലോകവും നഷ്ടപ്പെട്ടു. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതാണ് ഇപ്പൊ സർക്കാർ തന്നെ പഠിപ്പിക്കുന്നതാണ്. വലിയ കൗൺസിലിങ്ങിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത് അതാണ്. എത്ര വലിയ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ ഇവിടെ പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നം ഇവിടെ ഇല്ല.
അതിന് പരിഹാരത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളിവിടെ ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനും പരിഹാരത്തിലേക്ക് അവർ എത്തിക്കാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു നില നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് വിഡിത്തമാണ്. അതാണ് ഇപ്പോ എല്ലാവരും കൗൺസിലേഴ്സും സർക്കാരും ഒക്കെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കണ്ടേ. അതുകൊണ്ട് ജീവിച്ചിരിക്കുക. ജീവിതം എന്നത് അത് വളരെ സുന്ദരമാണ്. അത് അള്ളാഹു പറഞ്ഞ രീതിയിൽ അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഈമാനോടുകൂടി, തൗഫീഖോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ സാധിച്ചാൽ അവൻ മഹാഭാഗ്യവാനാണ്. അവൻ വളരെ ധാരാളം അവൻ നേടിയെടുത്തു. അവൻ എന്തുകൊണ്ടും അവന്റെ സമാധാനം അവനുണ്ടാവും. ജീവിതത്തിലും സമാധാനം ഉണ്ടാവും, മരിച്ചാലും ഉണ്ടാവും, ഖബറിലും ഒക്കെ സമാധാനം. നേരെ മറിച്ച് നമ്മൾ ഇത്തരം ഈ രീതിയിലല്ല മരിക്കണമെന്നെങ്കിലോ ഖബറിലും തുറന്ന് ഓരോ സന്ദർഭത്തിലും നമ്മൾ ദുരിതത്തിലും കഷ്ടപ്പാടിലും പ്രയാസത്തിലുമായി അകപ്പെട്ടു പോകുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഈ യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു തരിക അത് വേദഗ്രന്ഥങ്ങളാണ്. വിശുദ്ധ ഖുർആനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഭൗതിക വേദഗ്രന്ഥങ്ങളോ നമ്മളുടെ ഗവേഷണ നിരീക്ഷണങ്ങൾക്കൊന്നും മരിച്ചതിന് ശേഷം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. ഒരാൾക്കും മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു തരാൻ പറ്റില്ല. അത് പറ്റുന്നത് വഹി ലഭിക്കുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിക്കുന്നതിന്റെ ആ അറിയിപ്പ് മാത്രമേ പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മരണം എന്നത് അതിനെ നമ്മൾ എപ്പോഴും അത് നമ്മെ ബാധിച്ചേക്കാം. ഇത്ര സമീപത്താണ് മരണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിന് തയ്യാറായി നിൽക്കുന്നൊരവസ്ഥ നമ്മുടെ കയ്യിലുണ്ടാകും. ഇപ്പൊ ഞാനാണ് മരിച്ചാൽ എന്താ അവസ്ഥ? അത് ഓരോരുത്തർക്കും ആലോചിക്കാവുന്ന കാര്യമാണ്. ഓരോരുത്തരും ആലോചിക്കേണ്ടതുമാണത്. ഇപ്പൊ ഞാനാണ് മരിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അപ്പോ എല്ലാം ക്ലിയറാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതി കടബാധ്യതകൾ കഴിയുന്നിടത്തോളം കടബാധ്യതകളൊക്കെ തീർക്കണം. അതൊന്നും ബാക്കി വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് എഴുതി വെക്കണം. അങ്ങനത്തെ സംഗതികൾ, ഭൗതികമായ സംഗതികൾ ചെയ്യണം. അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. നമസ്കാരം പോലെ സംഗതികളൊന്നും വീഴ്ച വരുത്താതെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നിലയിൽപ്പാടിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാണ്.